കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് ഈ കാലഘട്ടങ്ങളിൽ ദൈവനാമത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ പലയിടത്തും പരാജയങ്ങളും ഭീതികളും വിഷമതകളും വളരെ പ്രതിസന്ധിയുടേതായ മേഖലകളിലൂടെയൊക്കെ കടന്നു പോകുന്ന കാലഘട്ടങ്ങളുടെ നടുവിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് പോലും ചിന്തിപ്പാൻ കഴിയാതെ പ്രതിസന്ധിയിലായി പോകുന്ന ആത്മീയ മണ്ഡലത്തിൽ ഞരങ്ങുന്ന അനുഭവങ്ങളായിരിക്കുന്ന വ്യക്തിത്വങ്ങളുടെ നടുവിൽ എപ്പോഴും നമ്മെ ബലപ്പെടുത്തുന്നത് ദൈവകൃപയുടെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിൻ്റെ ആധികാരികമാകുന്ന ദൈവകൃപയുടെ മഹത്വത്തിൻ്റെ വിടുവിക്കുന്ന വചനങ്ങൾ തന്നെയാണ്. ജീവിതത്തിൻ്റെ ബലഹീനതയിലും നിരാശയിലും ആൾബലമോ സ്വാധീനമോ യാതൊരു കൈക്കരുത്തോ ഇല്ലാത്ത അനുഭവങ്ങളുടെ നടുവിൽ തൻ്റെ ജനത്തിനു വേണ്ടി ഇറങ്ങി വന്ന് എളിയവരെ ആദരിച്ച ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേദപുസ്തകത്തിനകത്ത് കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശുദ്ധ തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട്. 29-ാം സങ്കീർത്തനത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു: യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു. ആർക്ക് വേണ്ടി മുഴങ്ങുന്നു? യഹോവയുടെ ശബ്ദം. ഞാൻ ഓർപ്പിച്ചല്ലോ, ജീവിത തലത്തിൻ്റെ സാഹചര്യങ്ങളുടെ നടുവിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ ഒരിക്കൽ മനുഷ്യർ തള്ളിയതും മനുഷ്യന് പ്രശംസാപാത്രമല്ലാത്തതും ജീവിത പരാജയത്തിൽ ഇനി മുന്നേറുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ബലഹീനപ്പെട്ട് ദൈവമുഖത്തേക്ക് നോക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവശബ്ദമുണ്ട്. അതായത് പ്രവർത്തിപ്പാൻ കഴിയുന്ന ദൈവശബ്ദം. ദൈവശബ്ദത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. ആ പ്രവർത്തിക്കുന്ന ദൈവശബ്ദത്തെ വചനത്തിന് ആധാരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് ഈ സമയത്ത് ആരെങ്കിലും ബലഹീനപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുന്നെങ്കിൽ ആ യഹോവയുടെ ശബ്ദം വിടുവിച്ച അനുഭവങ്ങളെ, പുറത്തു കൊണ്ടുവന്ന അനുഭവങ്ങളെ, ഉദ്ധാരണങ്ങളെ നൽകിയ ദൈവപ്രവൃത്തിയുടെ കരത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഓർപ്പിച്ചതുപോലെ നമുക്ക് ദാവീദിനെ തന്നെ എടുക്കാം. ദാവീദിൻ്റെ ജീവിത തലത്തിൽ നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പോർക്കളമേടിൽ പകച്ച് പരിഭ്രമിച്ച് വിറയൽ പിടിച്ച് അതികായകന്മാരായ ശൗലിൻ്റെ സൈന്യം വല്ലാതെ വിറങ്ങലിച്ച് നിൽക്കുന്നൊരു സമയമുണ്ട്. ദൈവത്തിൻ്റെ നിയോഗവും നിമിത്തവും പ്രാപിച്ച് ദാവീദ് പോർക്കള മേടിലോട്ട് എത്തപ്പെടുവാനിടയായി. സാഹചര്യങ്ങളെ ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ അവിടെ ചെന്ന് ഈ പരിതസ്ഥിതിയുടെ നടുവിൽ ദാവീദിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനേക്കാളുപരി തൻ്റെ കാതുകളിൽ മുഴങ്ങി കേട്ട ഒരു ശബ്ദമുണ്ട്. അതായത് ഇസ്രായേൽ നിരകളുടെ സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവയെ നിന്ദിക്കുന്ന ഒരു ശബ്ദം. പരിഭ്രാന്തിയുടെയും ഭീരുത്വത്തിൻ്റെയും ഭയാനകതയുടെ നിമിത്തം സകല ആയുധങ്ങളും സകല ബലവത്തായ കൈക്കരുത്തുകളുമായി നിൽക്കുന്നിടത്ത് ദാവീദ് പറയുകയാണ്: എൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ, ഇല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ നിന്ദിക്കുന്ന എന്ന അനുഭവത്തിൽ താൻ ദൈവകൃപയിൽ പ്രതികരിക്കാൻ തുടങ്ങി. കാരണം തനിക്ക് പരാജയപ്പെട്ട് പിൻവാങ്ങിപ്പോകാം. തന്നേക്കാൾ അതികായകന്മാർ പിൻവാങ്ങി നിൽക്കുന്ന അനുഭവമാണ്. എന്നാൽ തൻ്റെ മേലുള്ള അഭിഷേകം തന്നെ മുൻപോട്ട് കാൽച്ചോട് വെപ്പിച്ചു. താന് ഒരു സഞ്ചിയിൽ 5 കല്ലുകളും ഒരു കവണയുമായി മുന്നോട്ട് പോകുന്ന അനുഭവത്തിൻ്റെ നടുവിൽ പരിഹസിക്കുക: ഇന്ന് നിന്റെ തല, നിന്റെ ശിരസ് ഛേദിക്കും, കഴുക്കൾക്ക് ആഹാരമായി കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴും മുന്നോട്ട് പോകുക. അവിടെ ഒരൊറ്റ കാര്യമേ ദാവീദ് പറഞ്ഞോളൂ: ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തെ നിന്ദിക്കുന്ന നിന്റെ ശിരസ് ഞാൻ ഇന്ന് ഛേദിക്കും. നോക്കണമേ, അതികായകനായ ഗോലിയാത്ത്, തൻ്റെ കൂടെ നിൽക്കുന്ന അനുയായികൾ, ബലവത്തായ ശക്തന്മാരായ ഒരു നിര അവിടെ നിൽക്കുമ്പോൾ ദാവീദ് മുൻപോട്ട് കടന്ന് ചെല്ലുന്നത് നമ്മൾ ചിന്തിക്കും: 5 കല്ലെടുത്ത് അതിൽ സഞ്ചിയിലിട്ട്, എന്നിട്ട് അതിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് എറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിനപ്പുറത്ത് പ്രവർത്തിച്ച ഒരു ദൈവപ്രവൃത്തിയെക്കുറിച്ച് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഈ അതികായകൻ്റെ മുൻപാകെ ഒരു സഞ്ചിയിൽ നിന്ന് ഒരു കല്ലുമെടുത്ത് കവണയിൽ വെച്ചിട്ട്
ഇപ്പോൾ വീഴ്ത്തിക്കളയാം എന്നുള്ള നിലവാരത്തിൽ പോയെങ്കിൽ അതിനേക്കാൾ അവിടെ സംഭവിച്ചത് നിന്ദയുടെയും ഭയത്തിൻ്റെയും ഭീരുത്വത്തിൻ്റെയും ഭയാനകതയുടെ നടുവിൽ എല്ലാവരും ഇറങ്ങലിച്ച് നിൽക്കുമ്പോൾ അവിടെ ഇറങ്ങി വന്നൊരു യഹോവയുടെ ശബ്ദമുണ്ട്. അതാ പറഞ്ഞത്, ദൈവം പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ ചിലത് പ്രവർത്തിക്കാൻ വേണ്ടി അയക്കുന്ന ശബ്ദമാണ്. അത് ദൈവം എപ്പോൾ ആഗ്രഹിക്കുന്നു അത് നിവർത്തിച്ചിട്ട് മടങ്ങി വരുന്ന യഹോവയുടെ ശബ്ദമാണ്. അങ്ങനെ ഈ കല്ലോ കവണയോ സഞ്ചിയോ ഇതൊന്നുമല്ല വിഷയം. അവൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. നീ നിന്ദിക്കുന്ന ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ നിന്ദിക്കുന്ന നിന്നെ, ആ ശബ്ദം കേട്ട മാത്രയിൽ തന്നെ അവർ നിശ്ചലരായിപ്പോയി, സ്റ്റക്കായിപ്പോയി, സ്തബ്ധരായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ സ്തബ്ധരായിപ്പോയി. ഇത് തന്നെയല്ലയോ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഗത്സമന തോട്ടത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യുവാൻ അതികായകന്മാരായ ശക്തന്മാരായ റോമ പടയാളികൾ ഉൾപ്പെടെ കടന്നു വന്ന് ഗത്സമനയിൽ വരുമ്പോൾ നമ്മുടെ നസറേനായ യേശു കർത്താവ് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ആരെ തിരയുന്നു? അവർ പറയുക, നസറേനായ യേശുവിനെ. ഈ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവർ സ്തബ്ധരായി പോയി. അവിടെയും വെളിപ്പെട്ടത് യഹോവയുടെ ശബ്ദമാണ്, ദൈവ ശബ്ദമാണ്. അവർ സ്തബ്ധരായി പോയി. ആ അധികാരത്തിൻ്റെ ശബ്ദത്തിൻ്റെ വാക്ക് തിരിച്ച് എടുത്തിട്ടല്ലാതെ അവർക്ക് ചലിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തുവാ? ദാവീദിനെ സംബന്ധിച്ചായാലും അവൻ സഞ്ചിയിൽ നിന്ന് കല്ലെടുക്കുമ്പോൾ ഗോലിയാത്തിന് കാണാം, അവൻ്റെ പടയാളികൾക്ക് കാണാം, അതിനെ ഉന്നം പിടിച്ച് എറിയുവാൻ തക്കവണ്ണം അവൻ്റെ നെറ്റിയിൽ പതിക്കത്തക്ക നിലവാരത്തിൽ അത് ലക്ഷ്യം വയ്ക്കുമ്പോൾ അവർക്കറിയാം, ഒന്നുകിൽ അവന് ഒഴിഞ്ഞു മാറാം, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർക്ക് തള്ളി മാറ്റാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോംവഴികളുണ്ടാകും. പക്ഷെ ഓർത്തോളനെ, നീ നിന്ദിക്കുന്ന ജീവനുള്ള ദൈവം യഹോവയുടെ നാമം നീ നിന്ദിക്കുന്നു എന്ന ശബ്ദം കേട്ടപ്പോൾ സ്റ്റക്കായി പോയെടുത്ത് പിന്നെ അവൻ നിലത്ത് വീഴുന്നതാണ് അറിയുന്നത്. കാരണം ആ ശബ്ദം, ആമേൻ, ചിലത് പുറപ്പെടുവിച്ച ആ ശബ്ദം ചിലത് പ്രവർത്തിച്ചു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരും താങ്ങുവാൻ കാണില്ലായിരിക്കാം, ആരും സഹായിക്കാൻ കാണില്ലായിരിക്കാം, ശത്രു അതികായകനായിരിക്കാം, വെല്ലുവിളികൾ ജീവിതതലത്തിൽ നേരിടുന്നതായിരിക്കാം, കുടുംബം മുന്നോട്ട് പോകുന്നില്ല, തലമുറകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ആത്മീയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, കുടുംബത്തിനകത്ത് അസമാധാനം, ശാരീരിക തലത്തിൽ ദണ്ഡനമൊക്കെ ആണെങ്കിലും ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന യഹോവയുടെ ശബ്ദമുണ്ട്. ആ ശബ്ദം അധികാരത്തോടുകൂടി ദൈവകൃപയ്ക്ക് അനുസൃതമായി ദൈവനാമ മഹത്വത്തിനായി നാം പുറപ്പെടുവിച്ചാൽ അതിനകത്ത് ഒരു ദൈവിക പ്രവൃത്തി ഉണ്ടാകും എന്ന് ഇന്ന് മനസ്സിലാക്കുന്നെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ യഹോവയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ് പ്രതിസന്ധികളെ നോക്കിയിട്ട് പറ, ഞാൻ ഇതിനെ അതിജീവിക്കും. ആ ശബ്ദം പുറപ്പെട്ട് കഴിയുമ്പോൾ ശത്രുവിൻ്റെ തലവന്മാരെ അടിച്ച് ചുറ്റി കറക്കിക്കളയുന്ന ഒരു ദൈവശക്തി ഇറങ്ങി വന്ന് നിന്നെ വിടിവിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു യഹോവയുടെ ശബ്ദമുണ്ട്. ആ യഹോവയുടെ ശബ്ദം ഇന്ന് നിങ്ങളെ വിടിവിപ്പാൻ തക്കവണ്ണം ശക്തനാണ്. ഇപ്പോൾ നിങ്ങളെ വിടിവിപ്പാൻ ശക്തനാണ്. നിങ്ങൾ പറയുക, പരാജയത്തിൻ്റെ വാക്കുകളെ ഒഴിവാക്കിയിട്ട് പറയുക, ഞാൻ ദൈവനാമത്തിൽ നിൽക്കുന്നുവെങ്കിൽ എൻ്റെ ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് എന്നെ തകർക്കാൻ നിൽക്കുന്നിടത്ത് എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നിനക്കെതിരെ നിൽക്കുന്ന ശത്രു നിലം പൊത്തുവാൻ പോകാൻ. കാരണം യഹോവയുടെ ശബ്ദത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. വനങ്ങളെ തോൽ ഒരുക്കുമാറാക്കുന്ന യഹോവയുടെ ശബ്ദം, മാൻപേടങ്ങളെ പ്രസവിക്കുമാറാക്കുന്ന യഹോവയുടെ ശബ്ദം ഇന്ന് ഈ സമയത്ത് നിങ്ങൾ ഏറ്റെടുത്തിട്ട് പറ, അവൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് ഈ സമയം എന്നെ വിടിവിക്കും, ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ ദാവീദിനെ പോലെ കല്ലിൻ്റെ ബലത്തിലല്ല, കവണയുടെ ബലത്തിലല്ല, ദൈവശബ്ദത്തിൽ ആശ്രയിച്ച് നമുക്ക് പൊരുതി ജയം പ്രാപിപ്പാൻ തക്കവണ്ണം ഇന്ന് ഈ സമയം ദൈവ മുൻപാകെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അത് നിങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഒരുക്കി ഏൽപ്പിക്കുക. ഈ തിരുവെഴുത്തുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.